പാലക്കാട് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടി പറമ്പിലേക്ക് ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ചക്ക, മാങ്ങ, തേങ്ങ, കരുവേപ്പില, ഇതിൽ കൂടുതൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെയുണ്ട് കുറച്ച് വാഴകൾ. ഇതെല്ലാം കല്യാണത്തിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, റോസസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരാത്ത വേറെ കുറച്ച് ചെടികളും. ഇതാണ് മുരിങ്ങയും കരുവേപ്പിലയൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ വെട്ടിക്കളയേണ്ടി വന്നു. എന്നാലും ഒന്നുകൂടെ കിളുത്ത് വരുന്നുണ്ട്. മുരിങ്ങയുണ്ട് കേട്ടോ അപ്പുറത്ത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യവെളിച്ചമൊക്കെ വരുന്നതാണ്. എന്തൊരു ഭംഗിയല്ലേ. എത്ര മാങ്ങയുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് മാങ്ങയൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ചെറിയ ചെറിയ മാംഗോസാണ്. ഉപ്പിലിടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചമ്മന്തി അരയ്ക്കാനൊക്കെ. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ. ഇനി ഇതൊക്കെ കുറേ കഴിഞ്ഞ് അണ്ണാൻ കൊത്തി കൊണ്ടുപോകാൻ തുടങ്ങും. ദാ ഇതുപോലെ. ഇനി അടുത്ത് ഞാൻ കെല്ലിലേക്ക് വന്നിട്ടുണ്ട്. താരേക്കാടുള്ള കെല്ല്. എനിക്ക് ഇവിടുത്തെ സർവീസ് ഭയങ്കര ഇഷ്ടമാണ്, ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പെഡിക്യൂർ എങ്കിലും ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. മെയിനായിട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ചാരി കിടന്നു കഴിഞ്ഞാൽ അവിടുത്തെ സീറ്റിൽ മസാജർ സീറ്റൊക്കെയാണ്. പിന്നെ ജക്കൂസി പോലത്തെ ഒരു ഫോഴ്സിൽ ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് അതിൽ കാലൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടൊന്ന് റിലാക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി സർവീസാണ്. സാധാരണ എല്ലാവിടെയും ഒരു 45 മിനിറ്റ്സ് ആണെങ്കിൽ ഇവിടെ 1 അവർ റിലാക്സ് ചെയ്യാം. ഈ ഒരു പാക്കാണ് എനിക്ക് അവർ കാലിൽ പെഡിക്യൂർ ചെയ്യാൻ യൂസ് ചെയ്തത്. ഇത് ജെല്ലി പാക്ക് എന്ന് പറയും, ജെല്ലി പെഡിക്യൂറാണിത്. കുറേ തരത്തിലുള്ള പെഡിക്യൂറൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ജെല്ലിയാണ് സെലക്ട് ചെയ്തത്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ കോഫിയൊക്കെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സെലക്ട് ചെയ്തത് ഈ നെയിൽ പോളിഷ് കളറാണ് കേട്ടോ. എത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? എന്തായാലും ഒരു വൃത്തിയായി ചെയ്തത്. വീട്ടിലെത്തിയപ്പോഴോ നമ്മുടെ നെയ്ബർ എനിക്ക് ബൈ ദ ബൈ ഈദിൻ്റെ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ബീഫ് ബിരിയാണിയാണ് എനിക്ക് കൊണ്ടു തന്നത്. പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു വ്രതത്തിലായതുകൊണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.